2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളാകട്ടെ മോദിക്ക് നേരെ കടുത്ത വിമർശനമാണ് അഴിച്ചുവിടുന്നത്. ഇസ്രയേൽ പാർലമെന്റിൽ ഗാസയിലെ വംശഹത്യയെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം മോദിക്കുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാസയിലെ വംശഹത്യയെക്കുറിച്ച് പരാമർശിക്കുമെന്നും അവർക്ക് നീതി ആവശ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നതായി തന്നെ ഇവിടെ ഒരു എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയതായി തന്നെ തെളിവുകൾ സൂചിപ്പിക്കുന്നു. അവരുടെ എക്സ്പോസ്റ്റ് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്റെ വരാനിരിക്കുന്ന ഇസ്രായേൽ യാത്രയിൽ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ തന്നെ ഗാസയിലെ ആയിരക്കണക്കിന് നിരപരാധികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വംശഹത്യയെക്കുറിച്ച് പരാമർശിക്കുകയും അവർക്ക് നീതി ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ചരിത്രത്തിൽ ഉടനീളം തന്നെ ഇന്ത്യ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വെളിച്ചം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാകട്ടെ നാം തുടരണം എന്നതാണ് അവർ എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇതിനോടായി തന്നെ ഇതുവരെ BJP പോലും പ്രതികരിക്കാത്തതും ഒരു ശ്രദ്ധേയമായി തന്നെ മാറുകയാണ്. എന്നാൽ ഗാസയിലെ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കുമോ എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയമായി തന്നെ മാറുന്നു. അതേസമയം വലിയ ആവേശത്തോടെയാണ് മോദിയെ ഇസ്രയേലിലേക്ക് വരവേൽക്കാൻ അവിടുത്തെ ജൂത സമൂഹം ഒരുങ്ങുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ സന്ദർശനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിവരികയാണ്. മോദിയെ ഒറ്റക്കെട്ടായി തന്നെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലിപ്പിഡും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ തന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വംശഹത്യ ഇസ്രായേൽ പാർലമെന്റിൽ ആ ഒരു പ്രസംഗത്തിൽ പറയാൻ മോദി തയ്യാറാകുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് രണ്ടാം വരവിൽ വൻ സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറെടുക്കുന്നത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ മോദി 8 മണിക്കാണ് അഭിസംബോധന ചെയ്യുന്നത്. മോദിയുടെ പ്രസംഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രതിപക്ഷം അവിടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ ചീഫ് ജസ്റ്റിസിനെ നെതന്യാഹു പ്രസംഗം കേൾക്കാൻ ക്ഷണിക്കാത്തത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താനാണിപ്പോൾ പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് യായിർ ലിപ്പിഡ് നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നത് ഇതിനെ ചൊല്ലി വലിയ രീതിയിൽ മറ്റ് രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. മോദി ഇസ്രായേലിന്റെ യഥാർത്ഥ സുഹൃത്താണ് എന്നതായിരുന്നു യായിർ ലിപ്പിഡ് വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രായേലിലെ പ്രമുഖ ജെറുസലേം പോസ്റ്റ് ദിനപത്രമാകട്ടെ മോദിയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ നൽകിയിരിക്കുകയാണ്. എന്നാൽ അവരുടെ 1-ാം പേജിലെ വാർത്തയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടം പിടിച്ചിരിക്കുന്നത് ഭാരതത്തിന് കൂടുതൽ അഭിമാനമേകുന്ന ഒരു വാർത്ത തന്നെയായി മാറുകയാണ്. അതേസമയം സൈനിക രംഗത്ത് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതടക്കം ചർച്ചകൾ മോദിയുടെ സന്ദർശന വേളയിൽ ഉണ്ടാകും. വ്യാപാര സഹകരണവും ഇതിലൂടെ തന്നെ ചർച്ചയാകും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിക്ക് അത്താഴ വിരുന്നും നൽകുന്നുണ്ട്. അതേസമയം ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ തന്നെ നടക്കുന്ന സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മോദിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ വായടപ്പിക്കാൻ ഇപ്പോൾ BJP അടക്കം രംഗത്ത് വരുന്നതായും കാണാൻ സാധിക്കുന്നു. അതായത് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ പാർലമെന്റിലെ പ്രസംഗത്തിൽ മോദി പറയുമോ എന്നും മാത്രമല്ല ശരിക്കും ഇവിടെ നീതിക്ക് വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്നും ഇവിടെ വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം വേണമെന്ന ഇന്ത്യയുടെ നയം ചർച്ചകളിൽ മോദി ആവർത്തിക്കുമെന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.